കടക്കപ്പുറത്തെന്ന് സതീശനും കേറിവാട മക്കളെ എന്ന് വി.ടി. ബൽറാമും മത്സരിച്ച് പറയുകയാണ് CPI-യോട്. കിട്ടിയ അവസരം മുതലെടുക്കാൻ കോൺഗ്രസും മിണ്ടിപ്പോകരുതെന്ന് പറയാൻ നാവില്ലാതെ മുഖ്യനും കൂടി ചേർന്നതോടെ കേരള രാഷ്ട്രീയം പിന്നെയും അശ്രീകരമായി. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടതിനെ ചൊല്ലി ഇടതുമുന്നണിയിലും ഇടഞ്ഞു നിൽക്കുന്ന CPI-യെ UDF-ലേക്ക് സ്വാഗതം ചെയ്തും CPM-നെ പരിഹസിച്ചും കോൺഗ്രസ് നേതാക്കൾ. LDF-ൽ അഭിപ്രായ വ്യത്യാസം തുടരുന്ന പശ്ചാത്തലത്തിൽ CPI-യെ UDF കൺവീനർ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. LDF വിട്ടാൽ CPI വഴിയാധാരമാകില്ല എന്ന് വി.ടി. ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു. മുന്നണിയിൽ ആലോചിക്കാതെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് പിന്നാലെ മുന്നണി പോകേണ്ട വഴി ഇതല്ല എന്ന് ബിനോയ് വിശ്വം തുറന്നടിച്ചിരുന്നു. ഈ ബോധ്യമുള്ളവർക്ക് മുന്നിൽ രണ്ട് വഴികളാണുള്ളതെന്നും ഒന്ന് മുന്നണിയുടെ വഴിപിഴച്ച പോക്കിനെ തിരുത്തുക, അല്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തേടുക എന്നും വി.ടി. ബൽറാം കുറിച്ചു. ഗ്രഹണകാലത്ത് ഞാഞ്ഞൂലും തലപൊക്കുമെന്ന് കേട്ടതോടെ കോഴിക്കോട്ടിൽ നിന്നും ശബ്ദം ഉയർന്നിട്ടുണ്ട്. ഇതുവരെ ശ്രീ വിജയൻ, ഇനി മുതൽ വിജയൻ ശ്രീ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും പരിഹസിച്ചു. ശ്രീ PM സിന്ദാബാദ് എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഗർഭചിത്ര വിവാദത്തിന് പിന്നാലെ രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാകാൻ ഒരുങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പ്രതിപക്ഷ നിരയിൽ നിന്ന് മാത്രമല്ല, സാംസ്കാരിക മേഖലയിൽ നിന്നും CPM-നെതിരെ വിമർശനമുയർന്നു.